ഗോപികാരമണ ഗോപാലകൃഷ്ണ നന്ദനം വസുദേവസ്യ നന്ദഗോപസ്യ നന്ദനം യശോദാനന്ദനം വന്ദേ ദേവകീ നന്ദനം സദാ. നമ്മൾ ഇന്നലെ ഇവിടെ പറഞ്ഞു വെച്ചത് ശമ്പരന് വരം കൊടുത്തല്ലോ ബ്രഹ്മാവ്. കാമദേവനെ എന്നെ വധിക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞാൽ അത് കൊടുക്കുകയും ചെയ്തു. അങ്ങനെ ഒരു ദിവസം ശമ്പരന്റെ ഭവനത്തിൽ നാരദ മഹർഷി ചെന്നപ്പോ അദ്ദേഹം പറയുന്നു, എല്ലാരും പിന്നെ വലിയ ഗംഭീരായി ലോകത്തിന്റെ ആധിപത്യം എല്ലാം നേടാൻ വേണ്ടിയിട്ട് ദിവസങ്ങൾ കൊഴിഞ്ഞു പോകുന്ന സമയത്ത് ശമ്പരൻ ലോകത്തിന്റെ അധിപതിയെ സ്വയം പ്രഖ്യാപിച്ചു. സ്വയം എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സ്വയം പ്രഖ്യാപിച്ചു. അങ്ങനെ ഒരു ദിവസം നാരദൻ ചോദിക്കുന്നു രതിദേവിയോട്, രതി കഥ കേൾക്കുന്നുണ്ടോ ചോദിച്ചു. അവള് ബദ്ധശ്രദ്ധയാണെന്ന് കണ്ടപ്പോൾ കഥ നാരദൻ തുടർന്നു. ഒരു ദിവസം നാരദൻ ശമ്പരന്റെ ഭവനത്തിൽ ചെന്നു. നാരദർ പറയുന്നു, ഞാൻ ചെന്നു. ഉപചാരങ്ങൾക്ക് ശേഷം മധുരാജാവ് ചോദിച്ചു, നാരദ മഹർഷി, പ്രപഞ്ചത്തിൽ എല്ലാവരും എന്നെ ബഹുമാനിക്കുന്നുണ്ടല്ലോ, എന്നെ മാനിക്കാത്തവരെ ആരെങ്കിലും എന്നിടത്തിലുണ്ടെങ്കിൽ പറയണം കേട്ടോ, അങ്ങേക്ക് എന്നോട് പ്രത്യേകം മമതയുണ്ടല്ലോ. ഓഹോ, നാരദ മഹർഷി പറഞ്ഞു, അത് പക്ഷേ ഇഷ്ടാ, എന്നോടുള്ള സ്നേഹം കൊണ്ടല്ലേ ഞാനിപ്പോ വന്നത്, അല്ലാതെ എന്തിനാ ഞാനിപ്പോ ഇവിടെ വരേണ്ട കാര്യം? ചാരന്മാർ വഴി ലോകത്ത് സംഭവിക്കുന്ന കാര്യങ്ങൾ അപ്പോഴപ്പോൾ നീ അറിയുന്നുമുണ്ട്. എന്നിട്ടും സത്യം നിന്റെ മുന്നിൽ നിന്ന് തെന്നി മാറിയിരിക്കുന്നു. മഹാരാജാവേ, നിന്റെ ശത്രുവായ കാമൻ കൃഷ്ണന്റെ മകനായി ദ്വാരകയിൽ ജനിക്കുവാൻ പോകുന്നു. വേണ്ടതെന്തെന്ന് ഉടനെ ചിന്തിക്കണം. ഇതന്നെ ഈ നാരദ മഹർഷിയുടെ പരിപാടി. കർമ്മങ്ങൾക്ക് അഗ്നി നൽകി ലക്ഷ്യം സാധിച്ച് നാരദര് പോയി. അടലെല്ലാം ചൂട് പൊടിപ്പിച്ചിട്ട് പോയി. ശമ്പരൻ ചിന്തയിലാണ്ടു. കേശവന്റെ രുക്മിണിയുടെ മകനായി കാമൻ ജനിക്കുന്നു എന്നോ? ഇത് ഞാൻ മനസ്സിലാക്കിയിട്ടേ ഇല്ലല്ലോ. അത് പാടില്ല. അതിന് നന്നേ ചെറിയ നാളിൽ തന്നെ വകവരുത്തണം. രുക്മിണിയുടെ പ്രസവകാലം വരെ ശമ്പരൻ കാത്തിരുന്നു. യഥാകാലം രുക്മിണിയെ പ്രസവിച്ചു. ചാരന്മാർ പോയിട്ട് പറഞ്ഞിട്ടുണ്ടാവുമല്ലോ ഗർഭിണിയാണോന്നും ഒക്കെ. ഉടൻ തന്നെ കാർമേഘ തേരിൽ മരണമുഖവുമായി ശമ്പരൻ എത്തി. അവന്റെ മായാജാലത്തിൽ രുക്മിണി മയങ്ങിപ്പോയി. പ്രസവത്തിന്റെ ആലസ്യം എന്നേ ചോദ്യകർമ്മിണികൾക്ക് തോന്നിയുള്ളൂ. പ്രസവത്തിന്റെ ആലസ്യം അന്ന് വിചാരിച്ചിട്ട് അവർക്ക് വേറൊന്നും തോന്നിയില്ല. അപ്പൊ ഇവന്റെ മായാജാലം കൊണ്ടാണ്. അപ്പൊ ശ്രുതികാലയത്തിൽ കടന്നു. ചോരക്കുഞ്ഞിനെ കരുത്തിലേന്തി പുറത്തു വന്നു. പ്രസവിച്ചതേ ഉള്ളല്ലോ. ശരിക്കു പറഞ്ഞാൽ അമ്മ ആ മുഖം കണ്ടിട്ടില്ല നല്ലപോലെ. തന്റെ ശത്രുവാണല്ലേ ഇത്. തന്റെ ഗളത്തിൽ വാള് വായിക്കുവാൻ പറ്റുന്നവൻ വെച്ചക്കുലവന്. ശമ്പരൻ പല്ലിഞ്ഞെരിക്കും. ശബ്ദം കേട്ട് കുഞ്ഞുണർന്നു. പല്ലിഞ്ഞെരിക്കുന്ന ശബ്ദം കേട്ടിട്ട് ഈ ഒരു ദിവസമായ കുഞ്ഞുണർന്നു. ശമ്പരൻ നോക്കി മാന്തളിൽ ചുണ്ട പുലർത്തി കുഞ്ഞു ചിരിച്ചു. ശമ്പരന്റെ ഹൃദയത്തിൽ പിതൃഭാവം ഉണർന്നു. ആ സമയത്ത് 2 പ്രാവശ്യം കുഞ്ഞിന്റെ കളനാളിൽ ശമ്പരന്റെ വിരലുകൾ സർപ്പമായി പിണഞ്ഞതാണ്. കൊല്ലണമെന്ന് തോന്നിയതാണ്. പക്ഷേ കുഞ്ഞിനെ വധിക്കുവാൻ തോന്നിയില്ല. കൊല്ലാതിരുന്നാലോ? മേഘമാലകളിലൂടെ സഞ്ചരിക്കുന്ന ശമ്പരൻ ആഴിയുടെ മുകളിലെത്തി. ക്രൂരത മനസ്സിൽ ആവാഹിച്ചു. അങ്ങനെ ആവാഹിച്ചെടുത്തു എന്ന് പറയില്ലേ. ആ ചോരപ്പൈതലും ശമ്പരൻ അതിന്റെ മുഖത്ത് ദൃഷ്ടി ഒന്നാതെ വലിച്ചു കടലിലെറിഞ്ഞു. കുറച്ച് മനുഷ്യപ്പറ്റലുണ്ടായിരുന്നു ശമ്പരനെ കൊണ്ടല്ലേ. മുഖത്ത് നോക്കാതെ നോക്കിയാ കൊല്ലാൻ തോന്നില്ല. ഒരു താമരപ്പൂ മന്ദ പരവയിലെത്തി തെരുവയുടെ മുകളിൽ ആലോലമായിട്ട് നിലപ്പൊഴിയിൽ അമർന്നു. ശത്രു സംഹാരം നടത്തിയ തൃപ്തിയോടെ ശമ്പരൻ അമ്പരമിറങ്ങി ഭവനത്തിലെത്തി. പോരെ, സുഖമായിട്ട് കിടന്നുറങ്ങാതെ. നാരദർ കഥ പറഞ്ഞു നിർത്തി. കഥയിൽ മനസ്സിലയിച്ചിരിക്കുകയായിരുന്നു രവി. ഭർത്താവ് വീണ്ടും ജനിച്ചിട്ടുണ്ടായ സന്തോഷം ഹൃദയത്തിൽ വിടരും മുമ്പേ ഉണങ്ങിപ്പോയല്ലോ ഈശ്വര. ക്രൂരനായ അവസരം കുഞ്ഞിന് സമുദ്രത്തിൽ എറിഞ്ഞു അല്ലേ. ഉദ്യോഗത്തോടെ രതി ചോദിച്ചു, മഹർഷി ബാക്കി കൂടെ പറയൂ, എന്റെ ഹൃദയത്തിന് അല്പം ആശ്വാസം ലഭിക്കട്ടെ എന്ന് പറഞ്ഞു. ഇന്നലെ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, രതി, ഇനിയുള്ള സംഭവങ്ങൾ വരാനുള്ളവയാണ്, നീ അനുഭവിച്ചു തീർക്കേണ്ടവയാണ്. അത് മുൻകൂട്ടി അറിയുന്നതായാൽ അനുഭവ തീഷ്ണത കുറയും. ഞാൻ പറഞ്ഞതുപോലെ അനുഷ്ഠിച്ചാൽ മതി. നീയും ശമ്പരന്റെ ആലയത്തിൽ പോവുക, ദാസിയായി വർത്തിക്കുക, ബാക്കിയെല്ലാം
സംഭവിക്കേണ്ടത് അതാത് സമയത്ത് സംഭവിക്കും. എല്ലാം ശുഭമാകും, പേടിക്കണ്ട. രതി ശമ്പരന്റെ ആലയത്തിലെത്തി. അവൾ മായാവതി എന്ന നാമം സ്വീകരിച്ചു. അങ്ങനെ കുറച്ചു നാളും കഴിയുന്ന സമയത്ത് ഈ മായാവതി സമുദ്രത്തിലുള്ള കുഞ്ഞിനെ മത്സ്യം വിഴുങ്ങി. ആ മത്സ്യം മുക്കുവന്റെ വലയിൽ കുടുങ്ങി. വിശേഷ നിറമുള്ള മത്സ്യത്തെ കണ്ടും അതിനെ മുക്കുവൻ രാജാവിന് കാഴ്ചവെച്ചു. രാജാവ് ശമ്പരാസുരൻ. ശമ്പരന് മത്സ്യത്തെ ഇഷ്ടമായി. രാജകിങ്കരന്മാർ മത്സ്യം അടുക്കളയിൽ എത്തിച്ചു. അവർക്ക് വേറൊന്നും പണിയില്ല. ശമ്പരാലയത്തിൽ ദാസിയായി നിൽക്കുന്ന രതിയുടെ കരത്തിൽ മത്സ്യം വന്നു പെട്ടു. വലിയ ഗംഭീര മത്സ്യമായിരിക്കും. കുഞ്ഞു ചെറുതല്ലേ, ഒരു ദിവസമല്ലേ ആയിട്ടുള്ളൂ. അവൾ അതിനെ പിളർന്നപ്പോൾ മനോഹര രൂപത്തോടും പുഞ്ചിരിക്കുന്ന മുഖത്തോടും കിടക്കുന്ന ചോര കുഞ്ഞിനെ കണ്ടു. ആരും അറിയാതെ ആ കുഞ്ഞിനെ ഭവനത്തിൽ കൊണ്ടുപോയി അവൾ വളർത്തി. മായാവതിയുടെ ഭവനത്തിൽ കുഞ്ഞു വളർന്നു. ഈ ശമ്പരാസുരന്റെ കൊട്ടാരത്തിലല്ല കുഞ്ഞു വളർന്നത്. അവള് വീട്ടിൽ കൊണ്ടുപോയി വളർത്തി. രാവിലെ പണിക്ക് വരും, വൈകുന്നേരം പോകുമല്ലോ, അവിടെ ഇറങ്ങിണ്ടാവൂലേ. തന്റെ ഭർത്താവായ കാമദേവൻ തന്നെയാണ് മകനായി വളരുന്നത് എന്ന് രതി മനസ്സിലാക്കി. അവളുടെ ഹൃദയം ഓരോ ദിവസം കഴിയുന്തോറും ആനന്ദം കൊണ്ട് തുളുത്തു നിന്നു. ദിവസങ്ങൾ അങ്ങനെ ആർക്കു വേണ്ടി കാത്തു നിൽക്കൂലല്ലോ, ഞാൻ എന്നും പറയുന്നത് പോലെ. അതിങ്ങനെ കൊഴിഞ്ഞു വീണുകൊണ്ടേയിരുന്നു. ഒരു റോസാപ്പൂവിന്റെ തളം കൊഴിയുന്നത് പോലെ ഇന്നൊന്ന് നാളെ ഒന്നെന്നുള്ള രീതിയിൽ ദിവസങ്ങൾ കൊഴിഞ്ഞു വീണുകൊണ്ടേയിരിക്കെ എന്തൊന്ന് പറ്റിയത്, ഗംഗയുടെ ദക്ഷിണ ഭാഗം പാഞ്ചാലരുടെ അധീനതയിൽ ഐശ്വര്യം പ്രാപിച്ചു നിന്നു. ധീരനും ശൂരനുമായ യജ്ഞസേന ദ്രുപദനായിരുന്നു പാഞ്ചാല രാജ്യം ഭരിച്ചിരുന്നത്. ദ്രുപദൻ ഗംഗയുടെ മടിത്തട്ടിൽ ശോഭിക്കുന്ന രാജ്യത്തിൽ സമൃദ്ധി ഒട്ടും കുറവുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ദ്രുപദൻ ആരോടും ഒന്നും അർത്ഥിക്കുവാനും പോകുമായിരുന്നില്ല. വേണ്ട, അദ്ദേഹത്തിന് വേണ്ടെന്നല്ല അവിടെ ഉണ്ട്. സമർത്ഥനായ ഒരു യോദ്ധാവ് കൂടിയായിരുന്നു ദ്രുപദൻ. അവൻ രാജാവ് മാത്രമല്ല, ശക്തമായ ഒരു സേനയെ ഒരുക്കിയെടുക്കുന്നതിലും ദ്രുപദൻ വിജയിച്ചു. രാജാവിനോട് കൂറുള്ള ആ സൈന്യം ഗംഗാതടത്തിൽ പ്രസിദ്ധമായി. അങ്ങനെ ഒരു രാജ്യമുണ്ടെന്നും അവിടെ അങ്ങനെ രാജാവുണ്ടെന്നും ഒക്കെ അറിഞ്ഞു എല്ലാവരും. അപ്പോ ദ്രുപദൻ വിദ്യ അഭ്യസിക്കുന്ന കാലത്ത് അദ്ദേഹത്തിന് സതീർത്ഥനായി ഒരു ബ്രാഹ്മണ ബാലനുണ്ടായിരുന്നു. ഭരദ്വാജ ബ്രാഹ്മണന്റെ പുത്രനായ ദ്രോണനായിരുന്നു ആ കൂട്ടുകാരൻ. ബാല്യകാലത്ത് ഒരിക്കൽ ദ്രുപദൻ ദ്രോണന് ഒരു വാക്ക് നൽകി. ഭാവിയിൽ തനിക്കുണ്ടാകുന്ന ഐശ്വര്യത്തിൽ ഒരു ഭാഗം സുഹൃത്തിന് നൽകാമെന്ന്. ദ്രോണൻ ആ വാക്ക് വിശ്വസിച്ചു. പാവല്ല, ബ്രാഹ്മണന്മാർക്ക് കളങ്കമൊന്നുമില്ല. അവരത് വിശ്വസിച്ചു, ആഹ്ലാദിച്ചു വസിച്ചു. യഥാകാലം വിദ്യാഭ്യാസം പൂർത്തിയായി. ദ്രുപദനും ദ്രോണനും ശസ്ത്രാസ്ത്രങ്ങളിൽ സമർത്ഥരായി. ദ്രുപദൻ പാഞ്ചാലത്തിന്റെ അധിപനാവുകയും ചെയ്തു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ദ്രോണൻ ദ്രുപദനെ കണ്ടു. ബാല്യകാല വാഗ്ദാനം നിറവേറ്റുവാൻ ആവശ്യപ്പെട്ടു. ദ്രോണൻ ദാരിദ്ര്യത്തിലും കഷ്ടസ്ഥിതിയിലുമായിരുന്നു. എല്ലാം ഭഗവാനെ കണ്ടു പഠിക്കണം. എന്താ അത് നോക്കിയാൽ പോയിട്ട് പറഞ്ഞു, ഞാൻ അല്ലാതെ കഷ്ടത്തിലല്ലേ, ആ പണ്ട് പറഞ്ഞ വാക്ക് നിറവേറ്റണേ എന്ന് പറഞ്ഞു. അപ്പോൾ യുവരാജാവായ ഐശ്വര്യത്തിന്റെ ഐശ്വര്യത്തിൽ ഇങ്ങനെ മതോന്മത്തനായിട്ട് വർത്തിച്ചിരുന്നു ദ്രുപദൻ സുഹൃത്തിന്റെ വാക്കുകൾ ഉൾക്കൊണ്ടില്ല എന്ന് മാത്രമല്ല ധിക്കരിക്കുകയും ചെയ്തു. ഉൾക്കൊണ്ടില്ല എന്നുള്ളതോ പോട്ടെ, ധിക്കരിക്കുകയും ചെയ്തു. അപ്പൊ ദ്രോണന്റെ മനം ഇടിയേറ്റ മരം പോലെ കരിഞ്ഞു പോയി. പാവത്തിന്റെ മനസ്സ് വിശ്വാസവഞ്ചന ദ്രോണൻ സഹിക്കുവാനായില്ല. കറി പറഞ്ഞ് ഉറങ്ങുന്നാളെ എണീപ്പിച്ചു. എന്നിട്ട് പറഞ്ഞ് ചോറില്ല കേട്ടോ എന്നുള്ളൊരവസ്ഥയിലായിപ്പോയി ചെയ്ത്. കഠിനമായി യത്നിക്കുന്നവനാണ് ഈ ലോകത്തിൽ വിജയം കൊല്ലുന്നത്. ദ്രോണൻ ഇങ്ങനെ പ്രതികാര ചിന്തയിൽ പോകഞ്ഞു ബ്രാഹ്മണനായ എന്നെ കൊണ്ട് എന്ത് ചെയ്യാനാവുന്നു തോന്നുന്നുണ്ട്. ധർമ്മശാസ്ത്രമാക്കിയ ദ്രോണൻ പരശുരാമ സന്നിധിയിലെത്തി. താനൊരു ബ്രാഹ്മണനാണെന്നും ധനുർവേദം അഭ്യസിക്കുവാൻ എത്തിയതാണെന്ന് അറിയിച്ചു. പരശുധരൻ ബ്രാഹ്മണർക്ക് മാത്രമേ വിദ്യ നൽകുകയുള്ളൂല്ലോ. ദ്രോണരെ പരശുരാമൻ വിദ്യ അഭ്യസിപ്പിച്ചു. പരശുരാമന് ക്ഷത്രിയന്മാരെ കണ്ണെടുത്ത കണ്ടൂടല്ലോ. ദ്രോണന്റെ ഭാവി കുരുക്ഷേത്രം വരെ കണ്ട പരശുരാമൻ
എല്ലാ വിദ്യകളും പറഞ്ഞു കൊടുത്തു. ധനുശാസ്ത്രത്തിൽ അവഗാഹം നേടിയ ദ്രോണൻ ഹസ്തിനാപുരത്തെത്തി. ഭീഷ്മരുടെ അഭ്യർത്ഥന മാനിച്ചു കുരുപാണ്ഡവന്മാരെ അസ്ത്രവിദ്യ അഭ്യസിപ്പിച്ചു. തന്റെ മകനായ അശ്വത്ഥാമാവിനെ ദ്രോണറൊപ്പം കൂട്ടിയിരുന്നു. നമുക്ക് മഹാഭാരതത്തിൽ അറിയാലോ, കൊണറ് പൊട്ടക്കിണറ്റില് ഈ മോതിരവും പന്തും വീണുന്നും ധർമ്മപുത്രയുടെ അപ്പം ഇദ്ദേഹം അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. ആ ഒരു തരം പുല്ല് ഒന്നിനു മേലെ ഒന്നായി ചെയ്ത് ഈ മോതിരം എടുത്തു കൊടുത്തു, ഈ പന്തും എടുത്തു കൊടുത്തു. അപ്പോഴാണ് അങ്ങ് ആരാന്ന് ചോദിക്കുമ്പോൾ ഭീഷ്മരോട് പറ്റി പറയൂ, അദ്ദേഹം അതിനുത്തരം തരുന്നു പറഞ്ഞിട്ട് കുട്ടികൾ ഭീഷ്മരോട് പോയിട്ട് പറയുമ്പോ ദ്രോണരാണ് കൂട്ടിക്കൊണ്ട് വാന്ന് പറഞ്ഞു. അങ്ങനെ കൂട്ടിക്കൊണ്ടുപോയി ഇവർക്ക് പിന്നെ അപ്പൊ പോകുമ്പോ അശ്വത്ഥാമ ഒരേ ഒരു മോനേ ഉള്ളൂ. അശ്വത്ഥാമാവിനെ കൂട്ടിയിട്ടുണ്ടായിരുന്നു ദ്രോണര് പോകുമ്പോ. അങ്ങനെ രണ്ടു കൂട്ടരും പാണ്ഡവന്മാരെയും ധാർത്തരാഷ്ട്രന്മാരെയും ആ അസ്ത്രവിദ്യ അഭ്യസിപ്പിച്ചു. ആയോധന വിദ്യയിൽ സമർത്ഥൻ പാണ്ഡവരിലെ അർജുനനാണെന്ന് ദ്രോണർ മനസ്സിലാക്കി. മന്നിടത്തിൽ ജീവിച്ചിരിക്കുന്ന യോദ്ധാക്കളിൽ ഏറ്റവും നിഷ്ണാത കിരീടി തന്നെയാണെന്ന് ദ്രോണർക്ക് ബോധ്യം വന്നു. എല്ലാ ആയുധങ്ങളും അർജുന ഉപദേശിക്കുകയും ചെയ്തു. തന്റെ മകനേക്കാൾ ദ്രോണൻ പാർത്ഥനെ സ്നേഹിക്കുകയും ചെയ്തു. രാവും പകരം നോക്കാതെ ആയുധവിദ്യ പഠിക്കുന്ന ആ തരുണനെ ആരാണ് ഇഷ്ടപ്പെടാതിരിക്കുക? കണ്ടാലൊരു സുന്ദരനുമല്ലേ അർജുനൻ. രാവും പകലും ഇല്ല അർജുൻ, ഇരുട്ടിലും പഠിക്കും വെളിച്ചത്തിലും പഠിക്കും, ഉറപ്പൂല്ല എന്ന് പറഞ്ഞ പോലത്തെ ഒരു കുട്ടിയായിരുന്നു അർജുനൻ. അങ്ങനെ പഠനം പൂർത്തിയായി. ദുര്യോധനും ഭീമനും ഗദായുദ്ധത്തിൽ സമർത്ഥരായി. അല്ല, അതൊന്നും ഇതിലത്ര വർണ്ണിക്കുന്നില്ല, അതിന്റെ ആവശ്യമില്ലല്ലോ. അർജുനൻ അമ്പും വില്ലും ഉപയോഗിക്കുന്നതിൽ കീടയറ്റവനായി. ഓരോരുത്തരും ആയുധ വിദ്യയിൽ സൂക്ഷ്മജ്ഞാനം നേടി. ഒരു ദിവസം കുരുക്കളും പാണ്ഡവരും ഗുരുവിനോട് പറഞ്ഞു, ആചാര്യ, ഗുരുദക്ഷിണ വാങ്ങി അരങ്ങേറ്റം നടത്തി ഞങ്ങളുടെ പഠനം പൂർത്തീകരിക്കണം. ഗുരുദക്ഷിണ ഞങ്ങൾ എന്താണ് തരേണ്ടതെന്ന് അങ്ങ് വ്യക്തമാക്കുകയും വേണം എന്ന് കുട്ടികൾ പറഞ്ഞു. ഈ വിദ്യാർത്ഥികൾ എല്ലാരും പറഞ്ഞു. എല്ലാരും ഒന്നിച്ചാ പറഞ്ഞതേ, അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നിത്യം ശ്രീകൃഷ്ണ മന്ത്രം നിരുപമധികം നീതിയേകുന്ന മന്ത്രം, ഭക്ത്യാ ശ്രീകൃഷ്ണ മന്ത്രം സകല ദുരിതവും തിരുത്തിടും ദിവ്യമന്ത്രം. തുത്യം ശ്രീകൃഷ്ണ മന്ത്രം സുഹൃത്തികൾ ദിനവും ചൊല്ലിടും സ്നേഹമന്ത്രം പാഠ്യം ശ്രീകൃഷ്ണ മന്ത്രം പരമപദമണക്കുന്നൊരാരോഗ്യമന്ത്രം. അങ്ങനെ ഇവര് പറയുന്ന സമയത്ത് ശരി പറഞ്ഞു. ദ്രോണരുടെ മനസ്സിൽ ഒതുങ്ങിക്കിടക്കുന്ന ആ പഴയ നിമിഷങ്ങള് ചട്ട ഉടഞ്ഞെഴുന്നേറ്റു. ഗുരുദക്ഷിണയുടെ കാര്യം കുട്ടികൾ പറയുമ്പോൾ ആ ദ്രോണർ മറ്റേ എന്താ പറയാ ദ്രുപദനുമായിട്ടുള്ള ദ്രുപദനോടുള്ള ദേഷ്യം പൊന്തി വന്നു ഇദ്ദേഹത്തിന്. അങ്ങനെ പറഞ്ഞു, ഏതായാലും ദ്രുപദനുമായിട്ടുള്ള പ്രതികാരം ചെയ്യാനുള്ള അവസരം എനിക്ക് സമാഗതമായിരിക്കുകയാണ്. ഇങ്ങനെ ചിന്തിച്ചുറച്ച ദ്രോണർ തന്റെ മനസ്സ് ശിഷ്യന്മാരുടെ മുമ്പിൽ തുറന്നു വെച്ചു. വായിക്കേ വേണ്ടു, പുസ്തകം തുറന്നു വെച്ചു. കഥകൾ വിസ്തരിച്ച് പറഞ്ഞ് കേൾപ്പിക്കുകയും ചെയ്തു. അവസാനം ദ്രോണർ പറഞ്ഞു, എന്റെ പ്രിയപ്പെട്ട കുട്ടികളെ, ദ്രുപദനാണോ ദ്രോണനാണോ ഏറെ ശക്തി എന്നറിയണം. നിങ്ങൾ ധിക്കാരി ആ രാജാവിനെ പിടിച്ചു കെട്ടി എന്റെ പാദത്തിൽ കൊണ്ടുവരണം. വാഗ്ദാനം നിറവേറ്റി തരണം എന്ന് പറഞ്ഞു കുട്ടികളോട്. പാഞ്ചാല രാജ്യം സൈന്യശക്തിയിലൊന്ന് പ്രശസ്തമായിരുന്നു. ശിഷ്യന്മാർ പലരുടെയും മുഖം കാണും. അപ്പോ ഒരാൾ മാത്രം എഴുന്നേറ്റു, ഗംഭീരൻ. നമ്മുടെ പാർത്ഥൻ. പ്രസരിപ്പോടെ പാർത്ഥൻ എഴുന്നേറ്റ് പറഞ്ഞു, ഗുരു, ആ ധർമ്മത്തെ ഞാൻ ഏൽക്കുന്നു. ഒരുപാണ്ടോർ പാഞ്ചാലത്തിലെത്തി വില്ലാളിയായ പാർത്ഥനോട് പിടിച്ചു നിൽക്കാൻ ദ്രുപദന് എങ്ങനെ കഴിയൂലല്ലോ. പരാജനായ ദ്രുപദനെ പാർത്ഥൻ പിടിച്ചു കെട്ടി ദ്രോണന്റെ മുമ്പിൽ കാഴ്ചയായി വെച്ചു. ദ്രോണൻ പറഞ്ഞു, എടോ ദ്രുപദ, നീ രാജാവായപ്പോൾ അല്പം ഐശ്വര്യത്തിന് വേണ്ടി നിന്റെ മുന്നിൽ ഞാൻ കരം നീട്ടിയിരുന്നില്ലേ? നീ എന്നെ ആട്ടിപ്പായിച്ചില്ലേ? ഒരു കൂട്ടുകാരനോട് കാട്ടേണ്ട മര്യാദ പോലും നീ പാലിച്ചോ? ഇല്ലല്ലോ. നിന്നെ വേണമെങ്കിൽ എനിക്ക് വധിക്കുവാൻ കഴിയും, പക്ഷെ ഞാനത് ചെയ്യുന്നില്ല. വാഗ്ദാനം നിറവേറ്റിയാൽ മതി എന്ന് പറഞ്ഞു. നേരം
ഇഷ്ടമില്ലാതെ ഇഷ്ടത്തോടെ പ്രതിജ്ഞ പാലിച്ചു. ഗംഗയുടെ ഉത്തരതടത്തിലെ പാഞ്ചാല രാജ്യം ദ്രോണന് നൽകി. ഇഷ്ടക്കേടോടോർത്തു. ഇഷ്ടത്തോട് കൊടുക്കണ്ട ഏത് കാര്യവും. ബന്ധനമുക്തനായ ദ്രുപദൻ ഹൃത്തടത്തിൽ ആഴത്തിലേറ്റ മുറിവുമായിട്ടാണ് എത്തിയത്. എങ്ങനെയും ദ്രോണരുടെ വംശത്തെ നശിപ്പിക്കണമെന്ന് ദ്രുപദൻ കരുതി. എന്നിട്ട് പക തീർന്നില്ല. അതിനുള്ള വഴി എന്തെന്ന് ദ്രുപദൻ തലപുകൻ ആലോചിച്ചു. ഒരേ ഒരു വഴി മാത്രമേ ദ്രുപദൻ കണ്ടതുള്ളൂ. ദ്രോണനെ നശിപ്പിക്കുവാൻ കഴിയുന്ന ഒരു പുത്രൻ തനിക്ക് ജനിക്കണം. ഇങ്ങനെ ചിന്തിച്ച് രാജാവ് ഗംഭീരമായ യാഗം നടത്തി. അപ്പൊ അദ്ദേഹത്തിന് മക്കളില്ലായിരുന്നു ദ്രുപദന്. അപ്പൊ യാഗം നടത്തി. യാഗാഗ്നിയിൽ 2 കുട്ടികൾ ഇരിച്ചു, ഒരു ആൺകുട്ടി ഒരു പെൺകുട്ടി. അപ്പൊ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതിൽ പറയുന്നില്ലെങ്കിലും മഹാഭാരതത്തിൽ പറയുന്നുണ്ടായിരുന്നു, ഏത് ദ്രോണനെ വധിക്കുവാനൊരു മകനും അർജുനന് കൊടുക്കുവാനൊരു മകളും എനിക്ക് വേണം. അതുകൊണ്ടാണ് 2 കുട്ടികൾ കിട്ടിയത്. ബാലന് ദുഷ്ടദ്യുമ്നൻ എന്ന് നാമം വിളിച്ചു. ബാലികൾക്ക് ദ്രൗപദി എന്നും പേരിട്ടു. കുട്ടികളെ ദ്രുപദന്റെ മകളാണ് ദ്രൗപദി, അത്ര തന്നെ. അപ്പൊ 3ാമത് ആണും പെണ്ണല്ലാതെ ഒരു കുട്ടി ഉണ്ടായിരുന്നു. പിന്നെയും ആണും പെണ്ണും അല്ലാതെ ഒന്നുണ്ടായി. മുന്ന മർണവന്തന്നിൽ ജ്യേഷ്ഠയുണ്ടായ പോലെ. മഹാഭാരതം. ദ്രൗപതിയെ കരുത്തനായ ഒരു യോദ്ധാവിനെ കൊണ്ട് വേലി കഴിപ്പിക്കണം എന്നാണ് ദ്രുപദൻ ആഗ്രഹിച്ചത്. അതനുസരിച്ച് ചാരന്മാർ വഴി അന്വേഷണം തുടങ്ങി. കുട്ടികൾ വലുതായി. പാഞ്ചാലം കൂടുതൽ ശക്തി സംഭരിക്കുകയും ചെയ്തു. ഹസ്തിനാപുരം ഭീഷ്മരുടെ നേതൃത്വത്തിൽ കൂടുതൽ ശക്തമായി വളരുകയായിരുന്നു. പാണ്ഡവരും കൗരവരും ദ്രോണരുടെ ശിക്ഷണത്തിൽ കൂടുതൽ ശക്തരായി. ദ്രോണരുടെ മകൻ അശ്വത്ഥാമാവിനെയും സൂതപുത്രനായ കർണനെയും പരാജയപ്പെടുത്തുവാൻ ആർക്ക് കഴിയുകയില്ലായിരുന്നു. കർണൻ സൂതപുത്രനാണോ? അല്ല. ഈ യോദ്ധാക്കൾ ഉൾക്കൊള്ളുന്ന കുരുസൈന്യം ഗംഗാതടത്തിൽ വലിയ ശക്തിയായി. ആര്യാവർത്തത്തിൽ ഏറ്റവും വലിയ കുരുകുലമായിരുന്നു സാന്ദീപനിയുടേത്. 100 കണക്കിന് വിദ്യാർത്ഥികൾ അവിടെ പഠിക്കുന്നു. വിവിധ രാജ്യങ്ങളിൽ നിന്നും എത്തുന്ന വിദ്യാർത്ഥികളുടെ സങ്കരം ഒരു പുതിയ സംസ്കാരത്തിന് വഴിയൊരുക്കുന്നു. ഒരിക്കല് സാന്ദീപനി പാഞ്ചാല രാജ്യത്ത് വരാനിടയായി. ദ്രുപദന്റെ രാജ്യത്തൊരു കുരുകുലം സ്ഥാപിക്കുക എന്നതായിരുന്നു മഹർഷിയുടെ ലക്ഷ്യം. അപ്പൊ നമ്മളിപ്പോ അതിൽ നിന്ന് വഴിമാറിയിട്ട് ഇത് രതിയുടെയും കാമദേവന്റെയും അടുത്തുനിന്ന് വഴിമാറി നമ്മളിപ്പോ എത്തിയത് ഇവിടെയൊക്കെയാണ്. വഴി മാറിപ്പോയതോ മാറ്റിയതോ എന്നറിയില്ല. അങ്ങനെ ദ്രുപദ രാജാവ് സാന്ദീപനെ എതിരേറ്റ് സൽക്കരിച്ചു. ഗുരുകുലം സ്ഥാപിക്കാനുള്ള എല്ലാ ഒരുക്കങ്ങളും താൻ നേരിട്ട് തന്നെ ചെയ്യാമെന്ന് രാജാവേറ്റു. പകരം മറ്റൊരു കാര്യം മഹർഷി സാധിച്ചു തരണം. കാര്യം മറ്റൊന്നുമല്ല, പ്രായം തികഞ്ഞ യൗവനപ്രാപ്തയും സുന്ദരഗാത്രിയുമായ തന്റെ മകൾക്ക് അനുരൂപനായ ഒരു വരനെ തേടിത്തരണം. അവൻ സമർത്ഥനും വില്ലാളിയും പ്രാർത്ഥന തോൽപ്പിക്കുവാൻ കഴിവുള്ളവനും ആയിരിക്കണം. എങ്ങനെയും തനിക്ക് ദ്രോണരോട് പക വീട്ടണം. ഇതിലിങ്ങനെയല്ല പറയുന്നത്. അതിൽ അർജുനന്റെ ആ ധൈര്യവും ആ അഭ്യാസ പാഠമൊക്കെ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടു. എന്നിട്ട് പ്രാർത്ഥന കൊടുക്കാൻ ഒരു പെൺകുട്ടി വേണമെന്ന് അങ്ങനെ പ്രാർത്ഥിച്ചു എന്നാണ് മഹാഭാരതത്തിൽ പറയുന്നത്. ഇതിലിപ്പോ ഇങ്ങനെയാണ് പറയുന്നത്. സാന്ദീപന് ദ്രുപദവാക്യങ്ങോട്ട് ആലോചിച്ചിരുന്നു. ദ്രുപദൻ ചോദിച്ചു, ഗുരു അവിടെ കൃഷ്ണന്റെ ഗുരുവല്ലേ? ദ്വാരകയിൽ വെച്ചിട്ട് മാധവൻ? അതെ, കൃഷ്ണൻ അജയ്യനല്ലേ, ശക്തനല്ലേ, പക്ഷെ നമുക്ക് അപ്രാപ്യനാണ്. മാത്രമല്ല രാജാവുമല്ല. ഭഗവാനെ വേണമെന്നാണ് ഇപ്പൊ ഇയാൾക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. അപ്പൊ ദ്രുപദൻ പറഞ്ഞു, ജന്മന ആരും രാജാവല്ലല്ലോ, കിരീടധാരണത്തോടെയല്ലേ രാജാവാകുന്നത്. അതുകൊണ്ട് ആ ചിന്ത എനിക്കില്ല. അങ്ങ് ശ്രമിക്കുമെങ്കിൽ ഞാൻ ധന്യനായി എന്ന് പറഞ്ഞു. സാന്ദീപനി പറഞ്ഞു, ഞാൻ കഴിവതും പരിശ്രമിക്കാം. കേശവൻ മനുഷ്യരിൽ ഏറ്റവും ഉത്തമനാണ്, ദേവകളിൽ ഏറ്റവും ശ്രേഷ്ഠനാണ്. പറയുക മാത്രമേ കഴിയൂ, നിർബന്ധിക്കാനാവുകയില്ലല്ലോ എന്ന് പറഞ്ഞു. ദ്രുപദവാക്യം കേട്ട് ചിന്താകുലനായി സാന്ദീപനി ആശ്രമത്തിലേക്ക് തിരിച്ചു. അതിനു മുമ്പ് ദ്വാരകയിലേക്ക് 2 ശിഷ്യന്മാരെ അയക്കുകയും ചെയ്തു. താൻ പ്രഭാസത്തിലെത്തുമ്പോൾ ബലരാമനും കൃഷ്ണനും തന്നെ വന്ന് കാണണമെന്നായിരുന്നു സന്ദേശം. ഒരു പ്രഭാസത്തിലെത്തിയപ്പോൾ കേശവനും ബലരാമനും കാത്തു നിൽപ്പുണ്ടായിരുന്നു. നേരത്തെ കാലത്ത് എത്തി.
ഗുരു വരുന്നതിന് മുമ്പേ. അതാണ് ആ ഗുരുവിനോടുള്ള ഒരു ഭക്തി, ഗുരുഭക്തി. അതാണ്. ബലരാമന് സാന്ദീപനെ അനുഗ്രഹിച്ചു, ആശീർവദിച്ചു. കേശവനെ ആലിംഗനം ചെയ്തു, ബഹുമാനിച്ചു. സാന്ദീപൻ ചോദിച്ചു, നിങ്ങളുടെ നിഴൽ പോലെ നടന്നിരുന്ന ഉദ്ധവൻ എവിടെയെന്ന് ചോദിച്ചു. അപ്പൊ ബലരാമനാണ് മറുപടി പറഞ്ഞത്, ഉദ്ധവനെ പിതാവ് ഹസ്തിനാപുരത്തേക്ക് പറഞ്ഞു വിട്ടിരിക്കുകയാണ്. യുധിഷ്ഠിരനെ യുവരാജാവായി അഭിഷേകം ചെയ്ത സമയത്ത് പോയില്ല. അന്ന് ഞങ്ങൾ പ്രവാസികളായി ദ്വാരകയിലേക്ക് നടക്കുകയായിരുന്നല്ലോ. ആ സമയത്തായിരുന്നു അത് സംഭവിച്ചത്. ഹസ്തിനാപുരത്ത് പാണ്ഡവരുടെ നില ഭദ്രമല്ലെന്ന് വഴിയാത്രക്കാരിൽ നിന്നും അറിഞ്ഞു. വിവരങ്ങൾ മുഴുവൻ ധരിച്ചു വരാനായിട്ടാണ് ഉദ്ധവർ പോയിട്ടുള്ളത്. ഗുരുനാഥാന്ന് പറഞ്ഞു. സാന്ദീപനി ഒന്നും മിണ്ടില്ല, നിശബ്ദനായിട്ടിരുന്നു. നിമിഷങ്ങൾ പൊടിഞ്ഞു വീണുകൊണ്ടേയിരുന്നു. ഗുരുവിന് ഏറ്റവും ഇനിയും എന്തെല്ലാമോ പറയണമെന്നുണ്ട്. ആ മുഖഭാവങ്ങളും അത് പറയും. പക്ഷേ എന്താണെന്ന് കേശവൻ ബലരാമൻ ചോദിച്ചില്ല. ഗുരുവിനോടങ്ങനെ എടുത്തടിച്ച പോലെ എന്താണ് അങ്ങേക്കൊരു പ്രയാസം എന്ന് ചോദിച്ചൂടല്ലോ ശിഷ്യന്മാര്. അതുകൊണ്ട് ചോദിച്ചില്ല. വൈകുന്നേരമായി. അന്ന് പൗർണമിയായിരുന്നു. കിഴക്ക് പൂർണ്ണചന്ദ്രൻ ഉദിച്ചു. നീലാകാശത്ത് കാർമേഘത്തിൽ താര്യമ്പ് പോലുമില്ല. അത്ര മനോഹരമായ രാത്രി. കടൽ തീരം പാലൊളി നിലാവിൽ തിളങ്ങി. നേർത്ത കാറ്റിൽ ചുരുണ്ടു വരുന്ന തിരയിലെ നിലാവ് വെള്ളിപ്പട്ട് നെയ്യുന്നു. അത്ഭുതകരമായ ദൃശ്യം നോക്കിയിരിക്കുകയായിരുന്നു സാന്ദീപനി മഹർഷി. കേശവൻ നിശബ്ദനായി ഗുരുവിന്റെ സമീപം എത്തി. പ്രതീക്ഷിച്ചിരുന്നത് പോലെ സാന്ദീപനി കേശവനെ കണ്ടപ്പോൾ പറഞ്ഞു, കൃഷ്ണ, ഇവിടെ അടുത്ത് വന്നിരിക്കെ. കേശവൻ പോടി മണലിൽ ഗുരുവിന് സമീപം ഇരുന്നു. സാന്ദീപനി പറഞ്ഞു, കേശവ, ഗംഗയുടെ കരയിലുള്ള പാഞ്ചാലത്തിൽ ഒരു വിദ്യാപീഠം സ്ഥാപിക്കുന്നത് ഞാൻ പോയിരുന്നു. ദ്രുപദൻ എന്നെ വന്ന് കണ്ടു. വിദ്യാലയവും ആശ്രമവും സ്ഥാപിക്കുവാനുള്ള ഉത്തരവാദിത്വം രാജാവ് തന്നെ ഏറ്റെടുത്തിട്ടുണ്ട്. ഞങ്ങൾ വളരെ നേരം ഓരോ കാര്യങ്ങൾ സംസാരിച്ചിരുന്നു. ദ്രുപദന്റെ മനം ഇപ്പോഴും പുകയുകയാണ്. എന്താണെന്നോ, ദ്രോണനേൽപ്പിച്ച അപമാനത്തിൽ നിന്ന് ആ രാജാവിന്റെ മനസ്സ് ഈ സമയത്ത് മോചിതമായിട്ടില്ല. ദ്രോണനല്ലല്ലോ ആദ്യം ചെയ്തത്, ഇയാളല്ലേ. എങ്ങനെയും ദ്രോണനെ നശിപ്പിക്കണമെന്ന് തന്നെയാണ് ദ്രുപദൻ ചിരിക്കുന്നത്. യാഗാഗ്നിയിൽ പിറന്ന ദുഷ്ടദ്യുമ്നൻ ശക്തിമാനാണ്. അതുപോലെ മകളെയും ധീരനും വീരനുമായ ഒരാളെ കൊണ്ട് ബാന്ധവിപ്പിക്കുവാൻ ദ്രുപദൻ ആഗ്രഹിക്കുന്നു. പല ആളുകളുടെയും കുലനാമങ്ങൾ ദ്രുപദന്റെ മനസ്സിലുണ്ട്. അതിൽ മുഖ്യം നിന്റെ പേരാണ്. ദ്രൗപദിയെ നീ വിവാഹം കഴിച്ചാൽ എല്ലാ നേട്ടവും കൊയ്യാമെന്ന് ദ്രുപദൻ കരുതുന്നു. അപ്പൊ കേശവൻ പറഞ്ഞു, ഒരു ദ്രൗപദിയെ ഞാൻ വേളി കഴിക്കുന്നുണ്ട് ഗംഗാതടത്തിൽ സമാധാനം പുലരുകയില്ല. മാത്രമല്ല അത് വിപരീത ഫലം ഉളവാക്കുകയും ചെയ്യും. അപ്പൊ സാന്ദീപനി പറഞ്ഞു, കേശവ, മറ്റു ചില കാര്യങ്ങൾ കൂടി നിന്നെ അറിയിക്കുവാനുണ്ട്. ദ്രോണരുടെ ബലം കുരുപാണ്ഡവരുടെ ബന്ധത്തിൽ നിന്നല്ലേ ഉണ്ടായത്. അതിനു പകരം ജരാസന്ധനുമായി കരാറുണ്ടാക്കിയാൽ എന്തെന്ന് വരെ ദ്രുപദൻ ആലോചിക്കുന്നുണ്ട്. രുക്മിയും ശിശുപാലനും സഹായിക്കുകയും ചെയ്യും. ദ്രുപദന്റെ ചിന്ത അങ്ങനെ നീങ്ങലാകത്തല്ലേ. കൃഷ്ണന് കാര്യങ്ങളുടെ ഏതാ മനസ്സിലാകത്തത്? നിജസ്ഥിതി മനസ്സിലായി അങ്ങേക്ക്. അദ്ദേഹത്തിന് പാഞ്ചാലൻ ജരാസന്ധനുമായി ചേരുവാൻ പാടില്ല, അത് പാടേയില്ല. ദ്രുപദ സൈന്യം ശക്തമാണ്. ധീരരായ ആ യോദ്ധാക്കൾ സർവ്വ ആയുധമുറകളും അഭ്യസിച്ചവരാണ്. ഊറും വീറുമുള്ളവരാണ്. അവർ ജരാസന്ധന്റെ നേതൃത്വത്തിലായാൽ ദ്വാരകയിലേക്ക് പോലും ആക്രമണം വന്നുകൂടുന്നില്ല. തടയേണ്ട തടയുക തന്നെ വേണം. പാഞ്ചാലി വിവാഹം കഴിക്കുന്ന ആൾ തന്റെ ഭാഗത്ത് നിൽക്കുന്നവനായിരിക്കണം, അതുറപ്പിച്ചു. ജരാസന്ധനും കൂട്ടർക്കും പാഞ്ചാലിയെ നൽകുവാനും പാടില്ല. ഇത്തരം ചിന്തകളോട് കേശവൻ പറഞ്ഞു, മഹർഷി, ദ്രൗപദി അർഹനായ ഒരുവനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കാം. ഞാനൊരു സഹോദരന്റെ സ്ഥാനത്ത് നിന്ന് പാഞ്ചാലനെ സഹായിക്കാം. ഈ വിവരം അങ്ങ് രാജാവിനോട് പറയണം. അപ്പൊ മഹർഷി പറഞ്ഞു, കേശവ, ഒരിക്കലും യുദ്ധം ഉണ്ടാവാതെ നോക്കണം. യുദ്ധം നാശമാണ്. ബുദ്ധിപൂർവം പെരുമാറിയില്ലെങ്കിൽ ഗംഗാതടത്തിൽ കലഹങ്ങൾ ഉയരും, കുടിപ്പകയുണ്ടാകും. ഗംഗാ സമതലത്തിൽ യുദ്ധാഗ്നി ആളിപ്പടരും. ആര് നിശ്ചയിച്ചാലും വളരെ വേഗം ആ തീനാളത്തെ കെടുത്തുവാനാവുകയുമില്ല. അപ്പം ഭഗവാൻ പറഞ്ഞു, ഗുരു, എത്രയും വേഗം ഞാൻ ദ്രുപദരാജാവിനെ കാണുവാൻ പോകാം.
പോരുണ്ടാവാതെ നോക്കുകയും ചെയ്യാം. അങ്ങനെ ഭഗവാൻ തൻ്റെ ഗുരുനാഥന് വാക്ക് കൊടുത്ത സ്ഥലത്താണ് നമ്മളിന്ന് സമർപ്പിക്കുന്നത്. കായേന വാചാ മനസേന്ദ്രിയേർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി.